2 ചാനലുകളുടെ ഡ്രോൺ ദൃശ്യങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കുടയെടുത്താണ് ദിലീപാണ് കുടയ്ക്കുള്ളിലൂടെ ദിലീപാണെന്ന് തോന്നുന്നു. കുടയിൽ ദിലീപ് ഇറങ്ങിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഡ്രോൺ വിഷ്വൽസിനെ മറയ്ക്കാൻ വേണ്ടി ആണ് കുട ചൂടിക്കൊണ്ട് ദിലീപ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വീട്ടിൽ നിന്നും ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് കാണിക്കാവുന്നതാണ്. അങ്ങനെ ദിലീപ് കുടയാൽ മുഖം മറച്ച് വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ആകാശ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിൽ പ്രേക്ഷകർ കണ്ടിരുന്നു. ദിലീപിൻ്റെ സഹോദരനും ദിലീപിനോട് ചുറ്റുപറ്റി നിൽക്കുന്നവരും ദിലീപിൻ്റെ വീട്ടിലുണ്ട്. 15ാം പ്രതിയായ ശരത്തും 8ാം പ്രതിയായ ദിലീപിനോടൊപ്പം വീട്ടിൽ തന്നെയുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടു. ഇപ്പോൾ ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വാഹനത്തിൽ കയറും അല്പസമയത്തിനുള്ളിൽ. ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ദിലീപ് എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാവുന്നതാണ്. കുട ചൂടിയാണ് ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മുഖം ക്യാമറയിൽ പതിയാത്ത വിധത്തിൽ കുട ചൂടി ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ ദിലീപിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ദിലീപിൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടും. നേരെ പോകുന്നത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്കാണ്. കൃത്യം 11 മണിക്ക് തന്നെ ആദ്യ കേസായി തന്നെ ഇത് പരിഗണിച്ച് വിധി പറയുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുബഷീറുണ്ട്, അവിടെ മറ്റു വാഹനങ്ങൾ പുറപ്പെടാൻ പോകുന്നു. ഇപ്പോൾ ദിലീപിൻ്റെ സഹോദരനടക്കമുള്ളവർ വാഹനത്തിൽ കയറുകയാണ്. നേരെ ആലുവയിൽ നിന്ന് നേരെ പോകുന്നത് ദിലീപിൻ്റെ വീട്ടിലേക്കായിരിക്കും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ദിലീപിൻ്റെ വാഹനം ഇപ്പോൾ അവിടെ നിന്ന് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കേസിൽ 8ാം പ്രതിയാണ് ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ്. ഈ കേസിൽ വളരെ നിർണായകമായ നാടകീയമായ സംഭവവികാസങ്ങൾ പലകുറി കണ്ടതാണ് നമ്മൾ. ദിലീപിൻ്റെ വീട്ടിൽ നിന്നും ദിലീപ് പുറപ്പെടുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷെ ദിലീപിനെ കൊണ്ടുള്ള വാഹനം ദിലീപിൻ്റെ വീട്ടിലെ ഗേറ്റ് കടന്നു പോകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമുക്ക് ആ ദൃശ്യങ്ങൾ കൊടുക്കാൻ കഴിയും. ദിലീപ് വണ്ടിയിൽ കയറുന്നതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ്. ഇതാണ് ആകാശ ദൃശ്യങ്ങൾ കണ്ടുകഴിഞ്ഞു. അങ്ങനെ ദിലീപ് ക്യാമറ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുടയിൽ മറച്ച് ദിലീപ് ഇപ്പോൾ വാഹനത്തിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അങ്ങനെ ക്യാമറ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കുടയിൽ മറഞ്ഞ് ദിലീപ് ഇപ്പോൾ വാഹനത്തിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു. അങ്ങനെ ദിലീപ് കോടതിയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. കൃത്യം 9:30 തന്നെ ദിലീപ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ദിലീപ് നേരെ പോകുന്നത് കോടതിയിലേക്കായിരിക്കും. അവിടെ ദിലീപിനെയും കൊണ്ടുള്ള വാഹനം പുറപ്പെടുമ്പോൾ കാത്തിരിക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. അവരോടൊന്നും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. കുടയിൽ വന്ന് കയറുകയായിരുന്നു ദിലീപ്. ആകാശ ദൃശ്യങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് ചാനലിലൂടെ അവർ കണ്ടിട്ടുണ്ട്. റിപ്പോർട്ടറിൻ്റെ ആകാശ ദൃശ്യങ്ങളിൽ പെടാതെ, ക്യാമറ കണ്ണുകളിൽ പെടാതെ കുടയിൽ മറഞ്ഞ് ദിലീപ് ഇപ്പോൾ കാറിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നേരെ ദിലീപ് പോകുന്നത് കോടതിയിലേക്കാണ്. അവിടെ മുബഷീറുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ദിലീപും സഹോദരൻ അനൂപും ഒപ്പം ദിലീപിൻ്റെ ഫ്രെയിം ഗ്ലാസ് മറച്ചു വെച്ചാണ് ദിലീപ് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് മറ്റ് മാധ്യമപ്രവർത്തകരും ദിലീപിനോടൊപ്പം പിന്തുടരുന്നുണ്ട്. ആ വാഹനത്തെ പിന്തുടരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. അങ്ങനെ ദിലീപിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ആലുവയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി നേരെ ആലുവയിലെ പാതയിൽ നിന്നും നേരെ ദേശീയപാതയിലേക്ക് പോയി അവിടെ നിന്നും ആലുവയിലേക്കെത്തി അവിടെ നിന്ന് നേരെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ദിലീപിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ ഹൈവേയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അതിവേഗം ദിലീപിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം കോടതിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 8ാമത്തെ പ്രതിയാണ്. ഇതുപോലൊരു തിരിച്ചുവരവ് ദിലീപിനുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കോടതി ശിക്ഷിക്കുകയാണെങ്കിൽ ദിലീപിനെയും കൊണ്ട് ഇനി തിരിച്ച് ഈ വാഹനം മടങ്ങില്ല. കോടതി ശിക്ഷിക്കുന്നില്ലെങ്കിൽ ദിലീപ് ഇതേ വാഹനത്തിൽ തന്നെ തിരിച്ചു വരുമ്പോൾ വലിയ ആഹ്ലാദം വീട്ടിലുണ്ടാവുകയും ചെയ്യും.